ഒരുപാട് ക്രിട്ടിക്കൽ അക്ലമേഷൻസ് കിട്ടിയിട്ടുള്ള ആയിരത്തി നുണകൾ എന്ന സിനിമയുടെ സംവിധായകൻ താമർ. ആയിരത്തി നുണകൾ എനിക്ക് തോന്നുന്നു 2023 IFFKയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. അതിന് സംവിധായകൻ താമർ സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് സർക്കിട്ട്. പൂർണ്ണമായിട്ടും UAEയിലാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. ദീപക് പറമ്പോളും ദിവ്യപ്രഭയും ഒരു ബാങ്ക് ഓഫീസറും നേഴ്സായിട്ട്. ദിവ്യപ്രഭയുടെ എഗെയിൻ ഫോർത്ത് എൻ്റെ അറിവിൽ ഫോർത്ത് നേഴ്സ് കഥാപാത്രം. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ഒരു നേഴ്സ് കഥാപാത്രമാണ്. അവരുടെ അറ്റയറും അവരുടെ പെരുമാറ്റവും അവരുടെ പെർഫോമൻസും എല്ലാം ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് വ്യത്യസ്തമാണ്. എനിക്കറിയാം അവൻ വീട്ടിൽ ഒരുപാട് വാശി കാണിക്കുന്നുണ്ടെന്നത്. നിങ്ങളൊന്ന് വിട്ടുകൊടുത്താൽ മതി. ദീപക് ആണെങ്കിലും വളരെ മെച്യൂറായിട്ടുള്ള ഒരു കഥാപാത്രത്തിന്, അത് മെച്യൂർ ഇൻ ദ സെൻസ് യങ് പാരൻസ് ആണ്, അവർക്കുള്ളൊരു മകനാണ്, ADHD ഉള്ളൊരു കുട്ടിയാണ്. ആ സ്വഭാവം തുടക്കത്തിലേ തുടങ്ങി എസ്റ്റാബ്ലിഷ് ചെയ്ത് നല്ല രീതിയിൽ ADHD എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിലൊരു ടീച്ചർ പറയണമുണ്ട്. ലൈക്ക് ഒന്ന് തുടങ്ങി എല്ലാം അറിയാം കുട്ടിക്ക്, പക്ഷേ ഒന്ന് തുടങ്ങി 10 വരെ എഴുതാൻ പറയുമ്പോൾ 4 എഴുതുന്നതിന് മുമ്പേ പുള്ളിയുടെ ലോകം മാറും, പുള്ളിയുടെ ചിന്തകൾ മാറും. അത് അതിൽ വിഷ്വലി കാണിക്കണമുണ്ട്. അത്തരമൊരു സിറ്റുവേഷനാണ്. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ പ്രത്യേകിച്ച് ലേണിംഗ് ഡിസബിലിറ്റീസൊക്കെ കുറേ കൂടി അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ പല കുട്ടികൾക്കും അത് അത്തരം സിറ്റുവേഷൻസ് ഉണ്ട്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് തെറാപ്പീസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, സിനിമയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അങ്ങനൊരു കുട്ടിയെക്കുറിച്ചാണ് കുട്ടിയുടെ കഥാപാത്രം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സബ്ജക്റ്റ്. പക്ഷേ അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ്. ദീപക് ഓഫ് കോഴ്സ് ആസ് എ സെഡ് ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇഫ് ദേ ആർ ഹാവിങ് അനദർ ചൈൽഡ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് പറയുമ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു അപ്രോച്ചാണ്, വളരെ സിൻസിയറായിട്ടുള്ളൊരു അപ്രോച്ചാണ് സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ നർമ്മത്തിനോ സ്റ്റണ്ടിനോ ഒന്നും പ്രാധാന്യം ഇല്ല. അതൊക്കെ പ്രതീക്ഷിച്ച് നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കുറിച്ച് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ പൊതുവെ. കാരണം എനിക്കിഷ്ടപ്പെട്ടു, അത് കുറച്ചുകൂടി പേർക്ക് കണ്ടോട്ടെ, അവർ കൂടി ഇഷ്ടപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പൊതുവെ റിവ്യൂ ചെയ്യാറുള്ളത്. വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ. ചില സമയങ്ങളിലെങ്കിലും ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പരിചയമുള്ള ഇപ്പോൾ സ്റ്റേറ്റസൊക്കെ കണ്ടിട്ട് വിളിച്ചിട്ട് 1-2 ഇൻസ്റ്റൻസസിൽ പറഞ്ഞിട്ടുണ്ട് ആ സിനിമ അവർ വേറൊരു രീതിയിലാണ് പ്രതീക്ഷിച്ചത്. ഇത് നാരായണീൻ്റെ 3 ആൺമക്കളൊക്കെ അവർ മറ്റൊരു രീതിയിലാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ അവർക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളെക്കുറിച്ച് മാത്രം റിവ്യൂ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റണ്ടോ നർമ്മോ അല്ലെങ്കിൽ ഒരുപാട് ചിരിച്ചു മറിയാനുള്ള സന്ദർഭങ്ങളോ പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോകരുത്. ഇത് കുറേ കൂടി ജെനുവിനായിട്ട് ജീവിത സാഹചര്യങ്ങൾ, ഇപ്പോൾ പൊതുവേ നമ്മുടെ ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ ബെന്യാമിൻ എഴുതിയ ഒരു കാര്യമുണ്ടല്ലോ, അതായത് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ കെട്ടുകഥകളാണെന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ സന്ദർഭങ്ങൾ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻസിന് അടുത്തറിയാൻ പറ്റുള്ളൂ. അപ്പോഴേ അതിനെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് വേവലാതിപ്പെടുള്ളൂ. അതുപോലെ ആത്മാർത്ഥമായിട്ട് വളരെ സിൻസിയറായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് സർക്കിട്ട്. അതിൽ ആസിഫ് അലി നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. അദ്ദേഹം UAEയിലെ ജോലി അന്വേഷിച്ച് വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അവർ. ആമീർ കരുവാന്റെ വളപ്പിൽ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അദ്ദേഹം ഫേസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ്, അത് ആ ഒരു കഥ ഇവരുടെ ജീവിതമായിട്ട് ഇൻ്റർലിങ്ക് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ കഥയുടെ പോക്ക്. അദ്ദേഹത്തിന് വെൽക്കം ചെയ്യുന്ന നമ്മുടെ തൃശ്ശൂർ അഡാട്ട് ഗോപാൽജി നല്ലൊരു കഥാപാത്രത്തിന് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസസ് ആണ്. എനിക്ക് തോന്നുന്നു UAEയിൽ തന്നെയുള്ള രമ്യ സുരേഷ്, അവരും നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് സിനിമയിൽ. സംഗീത് പ്രതാപാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അമൽ ഡേവിസ്, പ്രേമലുവിലെ അമൽ ഡേവിസ്, അദ്ദേഹമാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഗോവിന്ദ് വസന്തിയാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ഈ സംഗീതം ഒരുപാട് ഇതിൻ്റെ ഇമോഷണൽ പല ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ കണ്ട് ഇറങ്ങിയവർ മിക്കവാറും കണ്ണ് ഈറനോടുകൂടി ആണ് സിനിമ കണ്ട് ഇറങ്ങിയിട്ടുള്ളത്. ചില പോയറ്റിക് സിറ്റുവേഷൻസും ഉണ്ട്. ഇപ്പോൾ ജീവിതത്തിനോട് അത്ര അടുത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോയറ്റിക് സന്ദർഭങ്ങളും ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭംഗിയാണ് ഈ സിനിമയുടെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യങ് കപ്പിൾസ് ഹു ആർ എക്സ്പെക്ടിങ് കിഡ്സ് അല്ലെങ്കിൽ യങ് പാരൻസ്, അവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് സർക്കിട്ട്. ഞാൻ പൊതുവെ
പൊതുവേ ഒരു സിനിമ കാണാൻ ട്രെയിലറോ റിവ്യൂസോ ഒന്നും കാണാതെയാണ് മിക്കവാറും ആദ്യത്തെ ദിവസം കാണാൻ ശ്രമിക്കാറുണ്ട്. കാരണം മറ്റുള്ള ഇൻഫ്ലുവൻസസ് ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായമോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച എന്നുള്ള രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം പല രീതിയിലും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും നമ്മുടെ ആസ്വാദനത്തെ. നമ്മളൊരു സിനിമയെ കൊണ്ടാണ് സിനിമയ്ക്ക് പോകാമെന്നാണ് ഇപ്പോൾ കുറേ ആളുകളും പറയാറ്. അത് പറയുമ്പോൾ ഇതൊന്നും കാണാതെ പോകാറുള്ളത്. പക്ഷേ എവിടെയോ ഞാനിത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ആസിഫ് അലി പറയുന്നത് കേട്ടിരുന്നു. അതായത് ഇത് താരേ സമയം पर ഒരു പക്ഷേ ബാധ്യതയായേക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനൊരു ചിന്തയേ വേണ്ട. ഇത് താരേ സമയം പറുമായിട്ട് അത്തരം ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു സിനിമയാണ്. വളരെ ന്യൂട്രലായിട്ട് യാതൊരു മുൻവിധിയുമില്ലാതെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാം. കല എന്നുള്ള രീതിയിൽ നല്ല എസ്തറ്റിക്കായിട്ടും നല്ല പോയറ്റിക്കായിട്ടും നല്ല ജീവിതത്തിനോട് അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള നല്ല ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആസ്വദിക്കാവുന്ന നല്ല സിനിമയാണ് സർക്കിട്ട്. അടച്ചോൻ എൻ്റെ എന്ന് പറയാൻ എനിക്കും ഇങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത്?